ഹായ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ, ചിലവർ ചെയ്യുന്നത് വെറും വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടിയോ പിന്നെ രാജ്യത്തിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നതല്ല, രാജ്യദ്രോഹികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ പല കേരള മാധ്യമങ്ങളിലും കടന്നുകൂടിയിട്ടുള്ളത്. അവർക്കുള്ള ഒന്നാം തരം ഉത്തരം കൊടുത്തുകൊണ്ട് നമ്മുടെ ജി സുധാകരൻ പറയുന്ന വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം. നിങ്ങളുടെ മുതലെടുക്കാൻ പറയല്ലേ? നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ കൈ വെച്ചാൽ മതി. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളൊന്നും അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? കൈ വെച്ചാൽ മതി. ഇതൊക്കെ കൈ വെച്ചാൽ മതി. അല്ല, ഇതല്ല ഈ സാധനം ഉള്ളതുകൊണ്ട് അധികം പറയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കുന്നത് അത് ചോദിക്കേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ചോദിച്ചതിനാ അറിയില്ല. എന്തോന്നറിയില്ല. ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്നതെന്നാ പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ എന്താ നിൽക്കുന്നത്? ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നാണോ? അല്ലല്ലോ. എന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ചോദിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ആരാണോ ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക? ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് ഇത്തരത്തെ ഉല്ലാസം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്കൊക്കെ ചോദിക്കാനെല്ലാം ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ പറ്റും അല്ലേ? അധികം വേണ്ട കേട്ടോ. ആരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നാ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ വിവാദം ഉണ്ടാക്കാൻ ചോദ്യം ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. കൂടാതെ പിന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. അപ്പോൾ അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തനമാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്. തേർഡ് റേറ്റും അല്ല. അത് പറയുന്നത് ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങളാണ്. പിന്നെ ഇവിടെ എൻ്റെ വൈഫ് മാധ്യമ പ്രവർത്തനം രാജ്യത്തിന് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളണം. നിങ്ങൾക്ക് പോവാം. അല്ലാണ്ട് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ ഭാര്യ പണക്കാരുടെ അച്ചാരം വാങ്ങി അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മാധ്യമമായി ഓരോ മാധ്യമ പ്രവർത്തകരും. നിങ്ങൾ അനാവശ്യം എല്ലാവർക്കും ഒരാളിങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക. ഇതൊക്കെ എനിക്കറിയാം. ഒന്നും വേണ്ട.